നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. നിറമണിഞ്ഞ് രാജവീഥികൾ. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കം. ജനം മെഗാ അത്തപ്പൂക്കള മത്സരം തലസ്ഥാനത്ത്. തിരുവനന്തപുരത്ത് പഞ്ചായത്തംഗം ജീവനൊടുക്കി. CPM അധിക്ഷേപത്തിൽ മനം നൊന്തെന്ന ആക്ഷേപം. മരിച്ചത് തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തംഗം ശ്രീജ. പഞ്ചായത്ത് പ്രസിഡന്റിന് എതിരെയും പരാതി. പിണറായി സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ സ്റ്റാലിൻ പങ്കെടുക്കില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പിന്മാറ്റം ഹൈന്ദവ പ്രതിഷേധം ഭയന്ന്. പകരം തമിഴ്നാട് ദേവസ്വം IT മന്ത്രിമാർ പങ്കെടുക്കും. ഓണക്കാലത്ത് കേരളത്തിന് ആവശ്യമായ അരി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. 53 ലക്ഷം കുടുംബങ്ങൾക്ക് 8 രൂപ 30 പൈസ നിരക്കിൽ ലഭ്യമാക്കും. നിലവിൽ സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യധാന്യം 42 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്കു മാത്രം. ജനങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. രാഹുലിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസ് ഭയക്കുന്നു. രാഹുൽ വിഷയം ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് VD സതീശൻ. സസ്പെൻഡ് ചെയ്തിട്ടും കോൺഗ്രസിനെ വിട്ടൊഴിയാതെ രാഹുൽ ബാധ. പാലക്കാട് രാഹുലിനെതിരെ VT ബൽറാം വിഭാഗം. തൃത്താല മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളി. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. പങ്കെടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ദേ ഹാവ് നോ മോറൽ റൈറ്റ് ആക്ച്വലി. രണ്ടാമത്തെ വിഷയം, ഈ പിൻവലിക്കുമെന്ന് പറഞ്ഞ കേസുകൾ ആദ്യം പിൻവലിക്കണം. വിശ്വാസമുള്ളപ്പമാണെന്ന് പറഞ്ഞാൽ ആ കേസുകൾ പിൻവലിക്കാൻ അവർ തയ്യാറാകണം. മൂന്നാം അതിപ്രധാന വിഷയം, ഇവരെ വിശ്വാസമുള്ളപ്പമാണെങ്കിൽ ശബരിമല സംരക്ഷിക്കുമെന്നും ആചാരം സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോഴും അവർ കൊടുത്തിരിക്കുന്ന നിലനിൽക്കുന്ന ആ ഒരു സത്യവാങ്മൂലം പിൻവലിച്ച് ഞങ്ങൾ വിശ്വാസമുള്ളപ്പമാണെന്ന് പറയുകയും ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതല്ലെങ്കിൽ ഭക്തജനങ്ങൾ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നീങ്ങും. അതിന് പൂർണ്ണ ഉത്തരവാദി ഈ കേരള സർക്കാരും ഇടതുപക്ഷ പാർട്ടികളുമാണെന്ന് മാത്രമേ എനിക്ക് പറയാം. നമ്മുടെ ഈ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം നടത്തുവാനായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് സർക്കാർ പോവുകയാണ്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം എന്നൊരു മറ കാണിച്ചുകൊണ്ടാണ് ഇത് നീങ്ങുന്നത്. ഇതിൽ വിശ്വാസി സമൂഹം പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ
അയ്യപ്പ ഭക്തരായ ആരും തന്നെ ഇതിൽ പങ്കെടുക്കില്ല. കാരണം അവർക്ക് അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും ആ 2018 വേദനകളാണ്. ആചാര ലംഘനം ഉണ്ടായി. ശബരിമലയിൽ നമുക്കറിയാം 2018 പന്തളത്താണ് ഇതിൻ്റെ തുടക്കം ഉണ്ടായത്. അന്ന് ഞാനൊക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ പൊസിഷനിൽ ഞാൻ മാറിയിട്ടുണ്ട്. അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ചുമതലയിലാണ്. പന്തളം കൊട്ടാരം ഇതിനെക്കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ പ്രതികരണം വരും. ഇന്നലെ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ചെയ്യേണ്ടതായ കാര്യങ്ങൾ പലതും ചെയ്യുവാനുണ്ട്. ഇപ്പോൾ തന്നെ അറിയാം 1950 അവിടെ ഷഡാധാര പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും പൂർണ്ണമായ ഒരു പടിത്തരം അവിടെ ഇല്ല. ഈ പടിത്തരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് പത്മകുമാറിൻ്റെ കാലത്ത് അതിലൊരു ഞങ്ങളെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടുകയും അതിൻ്റെ യോഗ മിനിറ്റ്സ് ഉണ്ട് കയ്യിൽ, അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും ഇല്ല. ഈ ഒരു വിശ്വാസി സംഗമം നടത്തിയാൽ വിശ്വാസികളുടെ മനസ്സിലുള്ള മുറിവ് ഉണങ്ങും എന്നൊരു ധാരണയിൽ അത് ഒട്ടും വിശ്വാസമില്ലാത്തവർ, കാരണം കഴിഞ്ഞ നമുക്ക് കണ്ടതാണ് അവിടെ മകരവിളക്ക് കാലത്തൊക്കെ തന്നെ നമ്മൾ പുണ്യമായ തീർത്ഥം തന്നപ്പോൾ അത് ഒരു സാനിറ്റൈസർ പോലെ തുടച്ചു മാറ്റി ഭഗവാന്റെ മുമ്പിൽ നിന്ന് കാണിക്കുന്നത് കണ്ടതാണ്. അങ്ങനെയൊരു വിശ്വാസം ഒട്ടുമില്ലാത്തവർ, നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്നേ നമുക്ക് പറയാനുള്ളൂ. വിശ്വാസമില്ലാത്തവരാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. അത് വിശ്വാസികളുടെ ഒരു പാർട്ടിസിപ്പേഷനും ഇല്ലാതെയാണ് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടാൻ നമ്മൾ നിയോഗിതരായത്. കാരണം കവനൻ്റ് പ്രകാരം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാജാവ് ഭരിച്ചിരുന്ന അതേ ആ ഒരു നിലപാടിൽ തന്നെ അതേ വകുപ്പുകളോട് ചേർന്നാണ് ശരിക്കും 49 ശേഷം ഈ ദേവസ്വം ബോർഡ് തന്നെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ അതാണ്. അതിൽ സെക്ഷൻ 31 നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ യൂസേജ് ഒന്നും മാറാൻ പാടില്ലെന്നാണ്. അത് അവിടെയുള്ള പഴയ ആചാരങ്ങൾ പലതും മാറിയിരിക്കുന്നു. ഇന്നും ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ തീർത്ഥാടനം, പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെയല്ല. 41 ദിവസത്തെ വ്രതം. അത് കൂടുതലും വെളിയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ വളരെ ഈവൻ ചെരുപ്പ് പോലും ഇടാതെ കാൽനടയായിട്ട് വളരെ ഭക്തിപൂർവ്വം വരുന്നതാണ്. അവരുടെയൊക്കെയുള്ള മനസ്സിൽ വരുന്ന ആ വിഷമങ്ങൾ, അവിടുത്തെ ആചാരധ്വംസനങ്ങൾ, അവിടെ ഭക്തജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരിത്രയും വളരെ ദൂരെ നിന്ന് വരുന്നതെന്നുള്ളൊരു പരിഗണനയൊന്നുമില്ല, പിടിച്ച് തള്ളുകയാണ്. നമ്മൾ എന്താ ചെയ്യുക? ഒരു നിമിഷം ഭഗവാനെ കാണാനുള്ള സൗകര്യം പോലും അവിടെ ചെയ്യുന്നില്ല. അതുമല്ല, വളരെ വളരെ കഷ്ടപ്പെട്ട് അവരൊന്നും പറയില്ല. കാരണം പണ്ട് നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ട് വേണം ശബരിമല പോകാൻ. ആ ഒരു മനസ്സിൽ അവരുടേതായ വിഷമങ്ങളെല്ലാം ഒതുക്കിയാണ് ഈ ഭഗവത് ദർശനം കഴിഞ്ഞ് പോകുന്നത്. ഒരു നിമിഷം കിട്ടിയാൽ അത് അവരുടെ സുഹൃതം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസികളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മാറ്റിയിട്ട് വേണം ഇവരൊരു സംഗമം നടത്തേണ്ടത്. അത് ഭക്തജനങ്ങളും മാത്രമല്ല, ഇതിൽ നടത്തേണ്ടത് മുഴുവൻ വിശ്വാസികളോട് ചേർന്ന് തന്നെ വേണം. എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, അയ്യപ്പൻ്റെ കാര്യമാണ്, അയ്യപ്പൻ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് എല്ലാ ഹൈന്ദവ വിഭാഗത്തെയും ഹൈന്ദവ സംഘടനകളെയും എല്ലാവരും ആലോചിച്ച് വേണം ശരിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തേണ്ടത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു പ്രതികാര നടപടികളോട് ഭക്തജനങ്ങളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇതൊന്നും അല്ല, ഞങ്ങളൊരു ഭക്തജന സംഗമം എല്ലാവരും വരണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് തീർച്ചും അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ? സ്വാഗതം ചെയ്യപ്പെടേണ്ടതായിരുന്നു. എപ്പോൾ? അയ്യപ്പൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ശബരിമല ധർമ്മശാസ്താവിനെ ദർശിക്കാൻ പോകുന്ന ഭക്തൻ്റെ ഉദ്ദേശം എന്താണ്? അയ്യപ്പനായിത്തീരുകയാണ്. അത്തരത്തിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത് സ്വാമിയുടെ പ്രതിപുരുഷന്മാരാണ്. അവരെ സംഘടിപ്പിക്കുന്നു, അവരൊരുമിച്ചൊരു യോഗം ചേരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് വാസ്തവത്തിൽ. പക്ഷേ എങ്ങനെ സംഘടിപ്പിക്കുന്നു? അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച പ്രസ്ഥാനക്കാരൻ്റെ പാർട്ടി നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണക്കാക്കണം? ശബരിമല മാത്രമല്ല, ഗണപതി പോലും മിത്താണെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ നടപ്പാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് ഭക്തി? എവിടെയാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം? എവിടെയാണുള്ളത്? ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക്
ഏതെങ്കിലും തരത്തിലുള്ള ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയോ വിശ്വാസമോ ആചാരങ്ങളിലുള്ള അനുഷ്ഠാനങ്ങളിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊടിക്ക് പോലും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേറൊരു മാനമുണ്ടാകുമായിരുന്നു. പക്ഷേ ആ മാനമല്ല ഇപ്പോഴുള്ളത്. നേരെ മറിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ടുള്ള വലിയ വിഭ്രമജനകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ളത്. വീണ്ടും 6-7 വർഷം മുമ്പ് നടന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും കേരളത്തിൽ അരങ്ങേറുവാൻ പോവുകയാണോ? അയ്യപ്പൻ്റെ കല്യാണം നടത്തുവാൻ ഒരുമിച്ച് എല്ലാവരും വരികയാണോ? ഈ ആശങ്ക കേരളത്തിലെ മാത്രമല്ല, ആഗോള തലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിൽ മുഴുവനുമുണ്ട്. അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്കിപ്പോൾ ഒരു തരത്തിലും ഗ്യാരണ്ടി പറയാൻ സാധ്യമല്ല. എങ്ങനെ ഗ്യാരണ്ടി പറയാൻ സാധിക്കും? അവരുടെ മനസ്സിനെ, വികാരത്തെ മുറിവേൽപ്പിച്ചാൽ ഏതെല്ലാം തരത്തിലായിരിക്കും പിന്നെ ഈ സംഗമത്തിനോടുള്ള ജനങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിന് നമ്മൾ പാഴൂര് പടിപ്പറയിൽ പോയിട്ടും വിശേഷമില്ലാത്ത കാര്യമാണ്. ഇതിങ്ങനെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സ്ഥിതിക്ക് വാസ്തവത്തിൽ എന്താണ് കേരളത്തിൽ വേണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളെയും അതുപോലെ നമ്മുടെ ആചാര അനുഷ്ഠാന വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം സംരക്ഷിച്ചു കൊണ്ടുവരുന്ന നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. ആരുമായിട്ടും സംവദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. മറിച്ച് ഇവരുടെ പാർട്ടിയുടെ ഇപ്പോൾ നടക്കുന്ന ഇന്നലെ എറണാകുളത്ത് 2 ദിവസം മുമ്പ് KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരുടെ യോഗങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം പങ്കെടുത്ത് ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതുപോലെ അയ്യപ്പ ഭക്തന്മാരുടെയും അയ്യപ്പന്മാരുടെയും പരിപാടി പാർട്ടി കാഡറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ലക്ഷ്യം പോകുന്നത് ഒരേ ദിശയിലേക്കാണ്. ആ ദിശയിലേക്ക് പോകുന്ന ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് മറ്റൊന്നും പറയാനില്ല. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ധർമ്മസ്ഥലയിലെ പ്രശ്നങ്ങൾ. ആ ധർമ്മസ്ഥലയിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും, മാധ്യമങ്ങൾക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ അത് വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഗൂഢാലോചന? നേരത്തെ ശ്രീയുടെ കുമാർജി സൂചിപ്പിച്ചു, ആഗോള വ്യാപകമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഭാരതത്തിലെ ജനങ്ങളുടെ സാംസ്കാരിക ഐക്യം, ഈ നാടിൻ്റെ ഐക്യം, ഇത് ഇന്നോ ഇന്നലെയോ തൊട്ടായ രാഷ്ട്രമല്ല. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായി രാഷ്ട്രത്തിൻ്റെ ഐക്യം നിലനിർത്തിക്കൊണ്ടു പോയതിന് ഈ നാടിൻ്റെ സാംസ്കാരിക അടയാളങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗോറിയും ഗസ്നിയും അതുപോലെ മറ്റ് ചെങ്കിസ് ഖാനും അങ്ങനെയുള്ള പല തരത്തിലുള്ള ബാബറും ഉൾപ്പെടെയുള്ളതായിട്ടുള്ള ആക്രമണകാരികൾ ഇന്ത്യയുടെ ഈ ജനകീയ കൂട്ടായ്മയുടെ വൈകാരിക കേന്ദ്രങ്ങളെ അതിനെ നശിപ്പിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടായിരുന്നു സോമനാഥ ക്ഷേത്രം തച്ച് തകർത്തത്, അയോധ്യ തകർത്തത്. ഇന്ന് നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിന് നേരെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അറിയാം. അതുപോലെ തന്നെയാണ് ധർമ്മസ്ഥലയിലും സംഭവിച്ചത്. കേരളത്തിൻ്റെ വൈകാരികമായിട്ട് ജനങ്ങളുടെ ജാതിക്കതീതമായി, സമുദായത്തിനതീതമായി, ഈവൻ മതത്തിനും അതീതമായി കേരളീയ ജനങ്ങളെ മുഴുവനും തന്നെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്ന അടയാളമാണ് സ്വാമി അയ്യപ്പൻ. ഏത് വിശ്വാസിയെയാണ് ശബരിമലയിൽ സ്വാഗതം ചെയ്യാത്തത്? എല്ലാ വിശ്വാസികളെയും, എല്ലാ മതക്കാരെയും, എല്ലാ സമുദായക്കാരെയും അവിടെ ശബരിമലയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ കേരള ഹൈന്ദവ സമൂഹവും കേരള സമൂഹവും തയ്യാറാണല്ലോ, വരുന്നുണ്ടല്ലോ. അനവധി പേർ വ്രതധാരികളായി വരുന്നുണ്ടല്ലോ. ആ വ്രതധാരണമാണ് കേരളത്തെ മാത്രമല്ല, തെന്നിന്ത്യയെ മാത്രമല്ല, ഭാരതത്തെ മുഴുവൻ ഭാരതത്തെയും ഒരേപോലെ സാംസ്കാരികമായിട്ടുള്ള ഐക്യത്തോടുകൂടി നിലനിർത്താൻ സഹായിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അക്കാഡമിക ദൃഷ്ടിയിലും അതുപോലെ ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിലും ചിലപ്പോൾ പറയും ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നത് അവിടുത്തെ പണത്തിന് വേണ്ടിയും അതല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയുമാണെന്ന്. ടിപ്പു ആക്രമിച്ച ക്ഷേത്രങ്ങളിൽ പകുതിയിലേറെ നിത്യനിദാനം പോലുമില്ലാത്ത ക്ഷേത്രങ്ങളായിരുന്നു. എന്തിനാണ് ആക്രമിച്ചത്? അവിടെ ഒന്നും കിട്ടാനില്ല, അവിടെ കുഴിച്ചിട്ടിട്ടില്ല, ഒന്നും ഭണ്ഡാരത്തിലൊന്നുമില്ല, അവിടെ സ്വർണ്ണമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനു ചെയ്തു? അപ്പോൾ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് ഉത്തരം. ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും അതുപോലെയുള്ള ആമ്നായ സമ്പ്രദായങ്ങൾ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള അനവധി ശൃംഖലകൾ ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളും
അവ നശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈ നാടിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഏകതയുടെ മാർഗങ്ങളെ നശിപ്പിക്കാൻ സാധിക്കൂ. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായിട്ടുള്ള ഐക്യത്തോടു കൂടി ഒരുമിച്ച് വരുന്ന ഭക്തർക്ക് ഈ ശബരിമല അയ്യപ്പ ധർമ്മത്തെ സംരക്ഷിച്ചേ മതിയാവൂ. ശബരിമല അയ്യപ്പ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ കേരളത്തിലെ അയ്യപ്പ ഭക്തർ ഏതറ്റം വരെ പോകുമെന്ന് നമുക്കിപ്പോൾ ഒരു ഗ്യാരണ്ടിയും പറയാൻ സാധ്യമല്ല. ആ അറ്റത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാതിരിക്കുവാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിയമപരമായിട്ടുള്ള വിഷയങ്ങളും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസുമെല്ലാം നിയന്ത്രിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. സർക്കാർ ഒരു നിമിത്തത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിന് ശേഷം ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടപ്പാകാൻ പോകുന്നില്ല. ക്ഷമയുടെ അതിരുകൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടിട്ടുള്ള സാഹചര്യത്തിലേക്ക് കേരളീയ ജനങ്ങളെ തള്ളിവിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിന് മുമ്പിലും കൂടി വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സംയമനത്തോടു കൂടി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ മാധ്യമ യോഗം ഇന്നിവിടെ നടക്കുന്ന സമയത്ത് ഇന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. കാരണം അതിലേറ്റവും ആകർഷകമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് അവതരിപ്പിക്കാനും ഉയർത്തി കാണിക്കുവാനും ഉദ്ദേശിച്ച സ്റ്റാലിൻ, അദ്ദേഹം തന്നെ ഞാൻ വരുന്നില്ല എന്ന് നിശ്ചയിച്ചു. ഇത് ഈ ഭക്തജനങ്ങളുടെ അങ്ങേയറ്റത്തെ അവരുടെ വിജയത്തിൻ്റെ മകുടോദാഹരണമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതായിരിക്കും സ്വാഭാവികമായിട്ടും കേരളത്തിൽ സംഭവിക്കാൻ ഉദ്ദേശിക്കുന്ന നടപ്പാകാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് മാത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സംഗമം നടക്കരുതെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. സംഗമം നടത്തേണ്ടത് സർക്കാരല്ല. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയമാണ് കണ്ടത്. അത്തച്ചമയമിട്ട് കേരളം. ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി. ചടങ്ങ് ചലച്ചിത്രതാരം പത്മശ്രീ ജയറാം ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, കേരളക്കരയാകെ അത്തച്ചമയമിട്ട് നിൽപ്പാണ്, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ. ആഘോഷങ്ങൾ എങ്ങനെ? കൃഷ്ണരാജ്, വലിയ ഒരു ആഘോഷങ്ങൾക്ക് നിറവിൽ തന്നെയാണ് തൃപ്പൂണിത്തുറ ഉള്ളത്. രാജനഗരിയുടെ വീതികളെ അക്ഷരാർത്ഥത്തിൽ വർണ്ണശബളമാക്കിയുള്ള ഒരു അത്താഘോഷ യാത്രയാണ് നടന്നത്. രാവിലെ 10:30 തന്നെ ഈ അത്തം ഘോഷയാത്ര തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിൽ നിന്ന് ആരംഭിച്ചു. അത്തം നഗറായ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിൽ നിന്ന് ആരംഭിച്ചു. അവിടെ നിന്ന് സ്റ്റാച്ചു ജംഗ്ഷനും കഴിഞ്ഞ് കിഴക്കേക്കോട്ട വഴി എസ് എൻ ജംഗ്ഷനിലൂടെ നഗരം ചുറ്റി, തൃപ്പൂണിത്തുറ നഗരം ചുറ്റി തിരികെ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് തന്നെ ആണ് എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ വലിയ കുട്ടികളും ഒപ്പം തന്നെ കലാരൂപങ്ങളും മറ്റ് കലാകാരന്മാരും അടക്കം 3000-ഓളം പേർ അണിനിരുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് അതിൽ ഉണ്ടായിരുന്നത്, ഈ യാത്രയിൽ, ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല നിശ്ചല ദൃശ്യങ്ങൾ, സമകാലിക വിഷയങ്ങൾ, പഹൽഗാം അടക്കമുള്ള ലഹരിയുടെ അപകടം വ്യക്തമാക്കുന്നത് അടക്കമുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഇതിനെ വേറിട്ടതായി ഈ ഒരു നിശ്ചല ദൃശ്യങ്ങളിൽ. അങ്ങനെ അത്തം ആഘോഷങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ അത് തൃപ്പൂണിത്തുറയിലാണെങ്കിലും കേരളക്കരയാകെയും ആഘോഷങ്ങളുടെ നിറവിൽ തന്നെയാണ്. ഏറ്റവും ആദ്യം മഹാബലി ഉണ്ടായിരുന്നു. മഹാബലിക്ക് പിന്നാലെ നഗാര, പല്ലക്ക്, തുടർന്ന് വിവിധ കലാരൂപങ്ങൾ,
വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചുള്ള കുട്ടികൾ, അവരുടെ കലാരൂപങ്ങൾ എന്നിവയെല്ലാം തന്നെ അണിനിരന്നു. ഏറ്റവും ഒടുവിലായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ ഉള്ളത്. കാലാവസ്ഥയും അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രേക്ഷകർ, കാണികൾ ഈ അത്തസമയം കാണുന്നതിന് വേണ്ടി എത്തി. ഇത് കടന്നുപോയ വീതികളിലെല്ലാം സ്റ്റാച്യു ജംഗ്ഷനിലാണെങ്കിലും എസ് ജംഗ്ഷനിലാണെങ്കിലും കിഴക്കേക്കോട്ടയിലാണെങ്കിലും എല്ലാം തന്നെ നിറഞ്ഞ ജനക്കൂട്ടം തന്നെയാണ് ബാരിക്കേഡിന്റെ ഇരുവശവും അത്തം ഘോഷയാത്ര കാണുന്നതിന് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്താഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ. അതിൽ കലാരൂപങ്ങളുണ്ട്, ഒപ്പം തന്നെ നൃത്യങ്ങളുണ്ട്. മറ്റ് കലാരൂപങ്ങളെല്ലാം തന്നെ അണിനിരന്നുള്ള വിപുലമായ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തൃപ്പൂണിത്തുറയിൽ അത്തം ആഘോഷങ്ങൾക്ക് തുടക്കമാകുമ്പോൾ കേരളക്കരയാകെ തിരുവോണത്തിന് ഉള്ള ഒരു തയ്യാറെടുപ്പ്, പൊന്നോണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ അടക്കം സമകാലികമായ നിരവധി വിഷയങ്ങൾ അത് വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, ലഹരിക്കെതിരായ പോരാട്ടം എത്രമാത്രം ശക്തമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്, രാജ്യത്തിന് നേരെയുള്ള ഭീകര ആക്രമണങ്ങൾ അതിനെ ചെറുക്കേണ്ടത് ആവശ്യകത എന്നിവയെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഇതിന്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അത്തച്ചമയ ഘോഷയാത്ര തന്നെയാണ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ മന്ത്രി MB രാജേഷും P രാജീവും അടക്കം പങ്കെടുത്ത ചടങ്ങിൽ നടൻ ജയറാമാണ്, പത്മശ്രീ ജയറാമാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. അവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതിന് പിന്നാലെ ഓരോ രൂപങ്ങളായി, ഓരോ ആഘോഷങ്ങളായി, ഓരോ സ്കൂളുകളിലെ വിദ്യാർത്ഥികളായി ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട വീതികളിലൂടെ എല്ലാം അത്തച്ചമയ ഘോഷയാത്ര കടന്നുപോയി കഴിഞ്ഞു. ഇനിയുള്ളത് അതിന്റെ സമാപനമാണ്. അങ്ങനെ തുടക്കം ഗംഭീരമായി തന്നെ, അല്ലെങ്കിൽ ആഘോഷമായി തന്നെ അത്തച്ചമയ ഘോഷയാത്ര നടന്നിരിക്കുന്നു. എങ്ങനെയാണോ രാജഭരണകാലത്ത് അത്തച്ചമയം ഉണ്ടായിരുന്നത്, എങ്ങനെയാണോ കൊച്ചി രാജാവ് തന്റെ പ്രജകളെ കാണാൻ അവിടെ സായുധ സമേതമായി, അല്ലെങ്കിൽ തന്റെ അംഗരക്ഷകരോടുകൂടി കടന്നുപോയിരുന്നത്, അതിന്റെ ഒരു ഓർമ്മ പുതുക്കിയായിരുന്നു പിന്നീട് അത്തച്ചമയങ്ങളെല്ലാം തന്നെ നടന്നത്. തുടക്കത്തിൽ രാജകീയ അത്തച്ചമയമാണ് എങ്കിൽ പിന്നീട് ജനകീയ സർക്കാരുകൾ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ജനകീയ അത്തച്ചമയമായി മാറി. 1960-കൾക്ക് ശേഷം മുതൽ ജനകീയ അത്തച്ചമയമായി അത് മാറി. ആദ്യം തൃപ്പൂണിത്തുറയിൽ തന്നെ ആയിരുന്നു, ഹിൽ പാലസിൽ വെച്ചായിരുന്നു അതിന്റെ തുടക്കമെങ്കിൽ പിന്നീട് അത് തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ മൈതാനത്തിലേക്ക് മാറി. തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ മൈതാനിയിൽ നിന്നാണ് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് പൂർണ്ണമായിരിക്കുന്നു, ഒപ്പം തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കവുമായിരിക്കുന്നു. ശരി, അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ നടക്കുന്നു. ആനുകാലിക വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ, ആഘോഷത്തിൻ്റെ പൊടിപൂരമാണ് അവിടെ കാണാനാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ജനം TV സംഘടിപ്പിക്കുന്ന മെഗാ അത്തപ്പൂക്കള മത്സരം 2025 തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനം 50,000 രൂപയും, രണ്ടാം സമ്മാനം 30,000 രൂപയും, മൂന്നാം സമ്മാനമായി 20,000 രൂപയും ഉൾപ്പെടെ വമ്പൻ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. മെഗാ ഓണപ്പൂക്കള മത്സരത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, മത്സരം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് മത്സരാർത്ഥികൾ, പൂക്കളങ്ങൾ എങ്ങനെ? കൃഷ്ണരാജ, വെറും 40 മിനിറ്റ് കൂടി മാത്രമാണ് ഈ അത്തപ്പൂക്കള മത്സരത്തിൻ്റെ അവർക്ക് പൂക്കളമിടാനായി അവശേഷിക്കുന്നത്. ഇപ്പോൾ 1:30 ആയിരിക്കുന്നു. കൃത്യം 2:10 തന്നെ ഇതിനുള്ള സമയം അവസാനിക്കും. എന്തായാലും അവസാനവട്ട ഇതിലാണ്. അത്തപ്പൂക്കളങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പറയാം. ഇനി ഇപ്പോൾ നമ്മൾ കാണുന്ന അത്തപ്പൂക്കളം തന്നെ ഏതാണ്ട് കുറച്ച് ഭാഗങ്ങൾ കൂടി കഴിഞ്ഞാൽ, പൂക്കൾ കൂടി നിറച്ച് കഴിഞ്ഞാൽ അത്തപ്പൂക്കളത്തിൻ്റെ പണി അത് പൂർത്തിയാക്കും. മറ്റ് വശങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് അവസാനവട്ട ഇതിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും അവസാന കളങ്ങളിലേക്കൊക്കെയാണ് ഓരോരുത്തരും ഇപ്പോൾ പൂവിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ കുറച്ചുകൂടി തീരാനുണ്ട്, കുറച്ചുകൂടി സമയമെടുക്കുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി കളങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഇട്ട കളങ്ങൾ വളരെ മനോഹരമായി അത് പുഷ്പങ്ങളിട്ട് വളരെ ആർട്ടിസ്റ്റിക്കായി അത് പൂർത്തീകരിക്കുന്നുണ്ട്. എന്തായാലും കൃത്യസമയത്തിനുള്ളിൽ തന്നെ അവർക്കും ഈ അത്തപ്പൂക്കളം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറുവശത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നത്. അവസാനവട്ട കളങ്ങളിൽ പൂക്കൾ നിറയുന്നു. ഇനി 40 മിനിറ്റ് കൂടി കഴിയുമ്പോൾ അവർക്ക് ഈ പൂക്കളം പൂർത്തീകരിക്കാനുള്ള സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് ഇതിനിടയിൽ അവരെ ശല്യം ചെയ്യാൻ കഴിയുകയില്ല. അതാണ് ആ തിരക്കിലാണ് അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് അവരോട് ചോദ്യങ്ങളൊന്നും മത്സരാർത്ഥികളുടെ കൂടെ വന്നവരുണ്ടാകുമല്ലോ, ഒപ്പം വന്നവർ, അവരൊക്കെ ഈ പൂക്കള മത്സരത്തിന്റെ ആവേശം അതൊക്കെ പങ്കുവെച്ചാൽ നന്നാകും. അക്ഷരാജ്, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തുള്ളവരുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ പൂക്കളങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. 7 അംഗ ടീമുകളാണുള്ളത്. അവിടെ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ അവിടെ ഒരു
ഒരു കൊച്ചുമിടുക്കി ഇരുന്ന് പൂക്കളം ഇടുന്നവരെ സഹായിക്കുന്ന കാഴ്ച നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു. ഇതാണ് ആ പൂക്കളം. ആ പൂക്കളം ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇനിയും ചെറിയ കളങ്ങളുണ്ട്, ഇല്ല പൂർത്തീകരിക്കാൻ ഇനിയുമുണ്ട്. 40 മിനിറ്റ് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ആ സമയത്തിനുള്ളിൽ ഈ പൂക്കളം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആ ടീം ഇരുന്ന് പൂവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ വളരെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യത്തിന് പൂ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുക. ഹലോ, എന്താ പേര്? ഏപ്രിൽ. ഏപ്രിൽ. പൂജപ്പുര. എല്ലാവരും അടുത്തുള്ളവരാണോ അതോ ഫാമിലിയാണോ? എല്ലാവരും കുടുംബമാണോ? ഒരു കുടുംബമാണോ? ഇവർക്ക് ഞാൻ കുഞ്ഞമ്മയായിട്ട് വരും. അങ്ങനെയുണ്ട്. അവർ ഇരിക്കണം. ആ കുട്ടി അധികം സംസാരിക്കുന്നില്ല, പക്ഷെ അവർ തിരക്കിട്ടിരുന്ന് അവിടെ പൂന്നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവരുടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പൂന്നുള്ളി ഒരു വശത്തവർ പൂവിടുന്നെങ്കിൽ മറുവശത്തവർ ഈ പൂവിടുന്നവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തിരക്കിനിടയിൽ അവർ സംസാരിക്കാൻ അത്ര കണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം ആ അത്തപ്പൂക്കളം മനോഹരമായി അതിൻ്റെ അവസാനവട്ട കളങ്ങളിലേക്ക് പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണരാജ്. എന്തായാലും 40 മിനിറ്റ് കൂടി മാത്രമാണ് ഇവർക്ക് മുന്നിൽ ഈ പൂക്കളങ്ങൾ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും നമ്മുടെ ജനൻ TV സംഘവും അവർക്ക് വേണ്ടി എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് സഹായങ്ങളും നൽകിക്കൊണ്ട് ഇവിടെയൊക്കെ തന്നെയുണ്ട്. എല്ലാവരും അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക്. ഈ ഇപ്പോൾ പൂവിട്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണരാജ് അവർ കാസർഗോഡ് നിന്ന് വന്നവരാണ്. ഈ പൂക്കള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത ഏതാണ്ട് 25 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ടീമാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു പ്രജിത്ത്, 3 മേഖലകളായാണ് നമ്മുടെ മത്സരം നടക്കുന്നത്: തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. പക്ഷേ ഒരുപക്ഷെ കൂടുതൽ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കാസർഗോഡ് നിന്നായാലും പങ്കെടുപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് അവരെ ക്ഷണിച്ചതാകും അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. അവർ ഈ മത്സരം അറിഞ്ഞു വന്നവർ കൂടിയാണ്. ജനൻ TV ഇത്തരത്തിലൊരു അത്തപ്പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ജനൻ TV അത്തരമൊരു അത്തപ്പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അറിഞ്ഞ് വന്നവരാണ് ഇവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജനൻ TVയുടെ അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ, തിരുവനന്തപുരത്ത് നടക്കുന്ന അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഈ കാസർഗോഡ് നിന്നുമൊക്കെ ഇവർ എത്തിയിട്ടുള്ളത്. അവരെല്ലാവരും ഈ പൂക്കളം ഇടുന്നതിൻ്റെ ആ ഒരു തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അവരിലേക്ക് പോകാത്തത്. എന്തായാലും 25 വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ടീമിനെന്നുള്ളതാണ്. അവർ പലരും ഒരേ നാട്ടുകാർ തന്നെയാണ്. ചിലരൊക്കെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ളവരുമൊക്കെ ഉണ്ട്. അങ്ങനെ പൂക്കള മത്സരങ്ങളിൽ പങ്കെടുത്ത് അവിടെ നിന്നുണ്ടായ സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടിയ ആളുകളുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഇനി 40 മിനിറ്റ് കൃഷ്ണരാജ് അതിനുള്ളിൽ ഈ പൂക്കളങ്ങളുടെ എല്ലാം നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ അത് കളങ്ങളിലെല്ലാം പോയിട്ട് പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൃത്യം 2:10 ഇവർക്കുള്ള സമയം കഴിയും. അതിനുശേഷം നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ജഡ്ജസ് അവരെത്തി ഇത് വിലയിരുത്തും. അതിനുശേഷമായിരിക്കും 1ഉം 2ഉം സ്ഥാനക്കാരെയൊക്കെ നിശ്ചയിക്കാൻ. 50,000 രൂപയാണ് ഒന്നാം സമ്മാനം. ഇവിടെയും ചെറുപ്പക്കാരുടെ ഒരു ടീമാണ്. ഇവിടെ ഇരുന്ന് മുൻപ് നേരത്തെ കണ്ടതുപോലെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത്രയും പഴക്കമുള്ള ആളുകളല്ല. അവരെല്ലാം വളരെ ചെറിയ ആളുകളാണ്. അവരും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? അരുവിക്കര, ട്രിവാൻഡ്രം. അരുവിക്കര. എത്ര നാളെ ഇത്തരം മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആദ്യമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ലേ? അത് ആദ്യമായിട്ടാണ് അവർ ഒരു അത്തപ്പൂക്കള മത്സരത്തിൽ ഇത്തരം ഒരു ടീമായി പങ്കെടുക്കുന്നത്. അതിൽ ജനൻ TVക്കൊപ്പമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു നാട്ടുകാരാണോ അതോ കൂട്ടുകാരാണോ? ഒരുമിച്ച് പഠിക്കുന്നവരാണോ? ഒരുമിച്ച് പഠിച്ചതാണ്. എവിടെ പഠിച്ചതാണ്? +1 +2 അരുവിക്കര. അങ്ങനെ +1 +2 ഒക്കെ ഒരുമിച്ച് പഠിച്ച കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ അവർ ആദ്യമേ ഒരു അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നു. അതും ജനൻ TVയുടെ ഒപ്പമാണ്. ഇവിടെ ഏതാണ്ട് അത്തപ്പൂക്കളം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞോ? ഇല്ല. ഒരു ലെയർ ഉണ്ട്. അവസാന ലെയറിൽ എന്ത് കളർ ഇടാൻ പോകുന്നത്? ഓറഞ്ച് ഇട്ടാണ് അവസാനം പൂർത്തിയാക്കുന്നത്. എത്ര കാലമായി ഇതിനു മുമ്പ് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ്. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ അതെന്റെ ഹസ്ബൻഡ്, അതെന്റെ അടുത്തുള്ളവർ, ഒരു വെറൈറ്റി ബോയ്സ് ഒരു ഗ്രൂപ്പാണ്. മുല്ലൂരുള്ള ഗ്രൂപ്പാണ്. ഒരു സ്ഥലത്തുള്ള ഒരു ഗ്രൂപ്പാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും പെട്ടെന്ന് പൂർത്തിയായിരിക്കും. 40 മിനിറ്റ് കൂടി മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. എന്തായാലും അവരുടെ അത്തപ്പൂക്കളം ഇനി ഒരു ലെയർ കൂടി ഇട്ട് കഴിഞ്ഞാൽ അവരുടെ അത്തപ്പൂക്കളം പൂർത്തിയാകും. ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായി? നെയ്യാറ്റിൻകരക്കാരുടെ അത്തപ്പൂക്കളം എന്തായി? പൂർത്തിയായോ? കഴിഞ്ഞോ? ഇനി ലെയർ ഉണ്ടോ? ഓക്കെ. അവർക്ക് ഇനി ഒരു 5-10 മിനിറ്റിനുള്ളിൽ 40 മിനിറ്റ് സമയമുണ്ട്. തിരക്ക് പിടിക്കണ്ട, 40 മിനിറ്റ് ഉണ്ട്. ഇനി എത്ര ലെയർ ഇടാനുണ്ട്? ഏകദേശം ഇനി നിറപറ കൂടെ ചെയ്യാനുണ്ട്. 40 മിനിറ്റാണ് സമയം ബാക്കിയുള്ള. 2:10 അവസാനിക്കും. അപ്പോൾ അതിന് മുൻപ് പൂർത്തീകരിക്കുക. നെയ്യാറ്റിൻകരക്കാരല്ലേ? ഇതിന് മുൻപ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഈ പറഞ്ഞ രണ്ടാമത്തെ ആളാണ് കൃഷ്ണരാജ്. ആദ്യമായി ജനൻ TVക്കൊപ്പമാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ശല്യം ചെയ്തില്ല, പെട്ടെന്ന് പൂർത്തീകരിക്കും. ഓക്കെ, താങ്ക് യു.
അപ്പോൾ കൃഷ്ണരാജ് അതുപോലെയാണ് രണ്ട് പേർ അവർ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് അവർ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അവർ ആദ്യമായി മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് ജനൻ ടി വിക്കൊപ്പമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി അതിലുണ്ട് കൃഷ്ണരാജ്. അപ്പോൾ ഏതായാലും ഓണത്തിന്റെ ഒരു ഓളം അത് മാൾ ഓഫ് ട്രാവൻകൂറിൽ പ്രകടമാണ്. അത് മത്സരാർത്ഥികളുടെ ആവേശം. അവരോട് നമുക്ക് ചെന്ന് ഈ സമയത്ത് ഇനി ഏകദേശം 35 മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഈ സമയത്ത് അവർക്ക് മുന്നിലേക്ക് ചെന്ന് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും കാണുമ്പോൾ അറിയാം മത്സരത്തിൻ്റെ ആവേശം. അത്രമേൽ ആരോഗ്യകരമായൊരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. വ്യത്യസ്തമായ പൂക്കളങ്ങൾ അതിൻ്റെ മിനുക്കുപണിയിലേക്ക് പോവുകയാണ്. ഇനി ജഡ്ജസ് എത്തും. അവർ വിധിക്കും ആർക്കാണ് ഒന്നാം സമ്മാനം 50,000 രൂപ, രണ്ടാം സമ്മാനം 30,000 രൂപ, മൂന്നാം സമ്മാനം 20,000 രൂപ. ഏതായാലും തിരുവനന്തപുരത്ത് നമ്മൾ തുടങ്ങുകയാണ് ഓണാഘോഷം. അത് വരും ദിവസങ്ങളിൽ നമ്മുടെ സ്ക്രീനിൽ കാണാനാകും. 3 ഇടങ്ങളിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് പൂർത്തിയാകും. ഇനി മറ്റന്നാൾ കൊച്ചിയിൽ, 30-ന് കോഴിക്കോട്ട്. ഇതാണ് ആ പൂക്കള മത്സരത്തിൻ്റെ ഷെഡ്യൂൾ. മറ്റ് വലിയ വിഭവങ്ങളും പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. അതൊക്കെ പിന്നാലെ സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് അറിയാനും സാധിക്കും. ഏതായാലും ഇപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. അത്തപ്പൂക്കളം അവിടെ ഒരുങ്ങുന്നു. 20 പൂക്കളങ്ങൾ ഈ അത്തം നാളിൽ ഓണാഘോഷത്തിന് തുടക്കമിട്ട് തുടങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ CPM അധിക്ഷേപത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശ്രീജയ്ക്കെതിരെ CPM രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. കൊള്ളക്കാരിയെന്ന് ആക്ഷേപിച്ച് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയും ഇവർക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ ആര്യനാട് പഞ്ചായത്ത് അംഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ CPM ഇവർക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു, അധിക്ഷേപം തുടരെ നടത്തി. അതിൽ മനംനൊന്താണല്ലോ ആത്മഹത്യ. ഈ നാട്ടുകാർ, ബന്ധുക്കൾ ഇവരൊക്കെ എന്താണ് പറയുന്നത്? യെസ്, തിരുവനന്തപുരം കാട്ടാക്കടയിൽ CPM അധിക്ഷേപത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീജയ്ക്കെതിരെ CPM രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചിരുന്നു, പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു, കൊള്ളക്കാരി എന്ന് ഫ്ലെക്സ് ബോർഡ് വച്ചിരുന്നു. ഇതിലൊക്കെ മനം നൊന്താണ് ശ്രീജയുടെ ആത്മഹത്യ എന്നാണ് ആരോപണം ഉയരുന്നത്. ഏതായാലും ഒരു ജീവൻ ഇല്ലാതാക്കുന്നു. അധിക്ഷേപത്തിൽ മനംനൊന്ത്. പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ ബന്ധുക്കൾ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡിലെ ശ്രീജയാണ് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ബന്ധുക്കൾ ഇപ്പോൾ പഞ്ചായത്ത് ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീജയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചൊരു ഫ്ലെക്സ് ബോർഡാണ്. ആ ഫ്ലെക്സ് ബോർഡിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ശ്രീജയ്ക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ. അതൊരു യക്ഷിയുടെ ചിത്രം വരച്ച് അതിൽ നോട്ടുകെട്ടുകളും ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് അവിടെ കോട്ടയ്ക്കകം വാർഡ് മെമ്പറെ കാണാനില്ല എന്നടക്കമുള്ളൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ എന്ന ലേബലിൽ വാർഡിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത് മുങ്ങി എന്നടക്കമുള്ള CPM കോട്ടയ്ക്കകം ബ്രാഞ്ചിൻ്റെ പേരിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് വാർഡിലെ പദ്ധതി നിർവഹണത്തിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, കളങ്കിതയായ മെമ്പറെ പുറത്താക്കുക, അടിയന്തര നടപടികൾ അധികാരികൾ സ്വീകരിച്ച് പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. CPMൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നതിന് പിന്നാലെയാണ് ഈ ശ്രീജയ്ക്ക് മനോവിഷമം ഉണ്ടാവുകയും ആത്മഹത്യ ശ്രമിക്കേണ്ട നിലയിലേക്ക് എത്തിച്ചേർന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ശ്രീജയുടെ ഭർത്താവും പറയുന്നത് തന്നെയാണ്. CPMൻ്റെ ഈ പഞ്ചായത്തിലെ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിന് ഉത്തരവാദികളാണ്. മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ശ്രീജയോട് പെരുമാറിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയിലേക്ക് ചെന്നെത്തിയത്. അതായത് ശ്രീജയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില അടുത്ത ബന്ധുക്കളിൽ നിന്നും മറ്റുമായി പണം കൈപ്പറ്റിയിരുന്നു. അതിന് പലിശ അടയ്ക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു.
മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്തു. തുടർന്ന് നിരവധി തവണ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. അതുകൊണ്ടും പൈസ കൊടുക്കാത്തൊരു അവസ്ഥയെത്തിയിരുന്നു. എന്നാൽ ഇത് മുതലാക്കിക്കൊണ്ട് തന്നെ CPM ഇടപെട്ടുകയും പഞ്ചായത്ത് അധികൃതർ അടക്കം ഇടപെട്ടുകൊണ്ട് വലിയ സമരം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. കള്ളി എന്ന തരത്തിൽ മുദ്ര കുത്തുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസ് പോസ്റ്റർ അടക്കമുള്ളവ ഈ പഞ്ചായത്തിലുടനീളം ഒട്ടിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. ഇതിലെല്ലാം മനന്നതുകൊണ്ടാണ് ശ്രീജ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം പറയുന്നത്. നേരത്തെയും അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പും ശ്രീജ സമാനമായ രീതിയിൽ ശ്രീജയ്ക്ക് മാനസിക വിഷമം ഉണ്ടാകുകയും ആത്മഹത്യ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും തിരിച്ചെത്തിയതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിലുള്ള സമീപനമുണ്ട്. അതാണ് ഇവിടെ ഒരു പോസ്റ്റ് ഇട്ടിച്ചു, നാട്ടുകാരെ പറ്റിച്ച് സാമ്പത്തിക കൊള്ള നടത്തി എന്നടക്കമുള്ള വാർഡ് മെമ്പർ എന്നടക്കമുള്ള പറഞ്ഞുകൊണ്ട് ഈ സമാനമായ രീതിയിലുള്ള പോസ്റ്റർ അടക്കമാണ് പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്നാണ് ശ്രീജ സമ്മർദ്ദത്തിലാവുകയും ആത്മഹത്യ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം പേരുകൾ പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം CPM നേതാക്കളുടെ എല്ലാം പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെയും എല്ലാം ഇടപെടലാണ് ഇത്തരത്തിൽ ശ്രീജയുടെ മരണത്തിലേക്ക് എത്തിയതിന് കാരണമെന്ന് തന്നെയാണ് കുടുംബവും ആരോപിക്കുന്നത്. അല്പസമയം മുമ്പ് ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ശ്രീജയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കും. നാളെയാണ് ശവസംസ്കാരം നടക്കുക. മറ്റ് അന്ത്യക്രിയകളടക്കം നടക്കുന്നത് നാളെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നതിന് ഉത്തരവാദി ഈ പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെ CPM നേതാക്കളുമാണ് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് തികച്ചും വ്യക്തിപരമായ രീതിയിൽ പണം കൈപ്പറ്റുകയും ആ വ്യക്തിപരമായ രീതിയിൽ പണം കൈപ്പറ്റിയത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ട് ആരോപണം ഉന്നയിക്കും. ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോസ്റ്ററുകളും ഇത്തരത്തിൽ കുർവാ സംഘം കോട്ടയ്ക്കകത്തെ കുർവാ സംഘം എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ശ്രീജയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ അപമാനപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ശ്രീജ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് എത്തുന്നതെന്നാണ് കുടുംബവും കോൺഗ്രസും ആരോപിക്കുന്നത്. എന്നാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആരോപണങ്ങളെല്ലാം തിരസ്കരിക്കുന്നൊരു സമീപനമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അത് അല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ പഞ്ചായത്തിൽ നിരവധി പേർ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇത്തരം ഈ ശ്രീജയുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തിയത്. ഇപ്പോൾ പഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരം സാഹചര്യത്തിൽ ഒരു പരാതി നൽകാൻ, അതായത് ഈ ശ്രീജയുടെ സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരാതി നൽകുവാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പസമയം മുമ്പ് പറയുന്നത്. മാത്രമല്ല ഈ മൈക്രോ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീജ പണം ചെലവഴിക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പസമയം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്താൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ശ്രീജയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കോട്ടയ്ക്കകം വാർഡ് എന്ന് പറയുന്നത് CPMൻ്റെ കുത്തക വാർഡായിരുന്നു. എന്നാൽ ആ വാർഡിൽ ഒരു മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ തവണ ശ്രീജ ജയിച്ചു വരുന്നത്. ഈ കാലയളവിൽ ശ്രീജയുടെ പ്രവർത്തനത്തിലൊന്നും കുറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞതുമില്ല. കാരണം ശ്രീജയുടെ മറ്റു സാമ്പത്തിക ക്രമക്കേടുകളോ സാമ്പത്തിക ആരോപണങ്ങളോ ഒന്നും ഉന്നയിക്കാൻ, അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക ആരോപണങ്ങളൊന്നും പഞ്ചായത്ത് പ്രസിഡന്റും ഉന്നയിക്കുന്നില്ല. ശ്രീജയുടെ പ്രവർത്തനങ്ങളൊക്കെ മികച്ചതാണെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കാതെ സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമ്പത്തിക പ്രതിസന്ധി അടക്കം അനുഭവിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ഇത്തരം രീതിയിൽ പോസ്റ്ററുകൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ, ആ സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ യക്ഷി എന്ന രീതിയിൽ അവരുടെ പ്രതീകാത്മക ചിത്രങ്ങൾ സ്ഥാപിക്കുക, നോട്ടുകെട്ടുകൾ സ്ഥാപിക്കുക. CPM അധിക്ഷേപത്തിൽ മനംനൊന്ത് ജീവനൊടുക്കിയ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. CPMനെതിരെ വലിയ ആരോപണമാണ് അവിടെ ഉയരുന്നത്. CPM ആണ് അധിക്ഷേപിച്ച് മോശം പരാമർശങ്ങൾ നടത്തി ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് അവരെ ആത്മഹത്യാ പ്രേരണ നടത്തിയത് എന്ന രീതിയിലാണ് പ്രതികരണം വരുന്നത്. ഏതായാലും CPM വലിയ പ്രതിരോധത്തിലാണ്. അങ്ങനെയൊന്നുമല്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും അവിടെ വലിയ പ്രതിരോധത്തിലാണ് പാർട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം. പ്രതിഷേധങ്ങൾ ഭയന്ന് പിണറായി സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് പിന്മാറി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ.
നിരന്തരം ഹൈന്ദവ വിരുദ്ധത വച്ചുപുലർത്തുന്ന സ്റ്റാലിൻ അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. സ്റ്റാലിന്റെ പിന്മാറ്റം സർക്കാരിന് വൻ തിരിച്ചടിയായി. സ്റ്റാലിന്റെ ഹിന്ദു വിരുദ്ധത തുറന്നുകാട്ടിയത് ജനം ടിവിയാണ്. ഹൈന്ദവ വിരുദ്ധത വെച്ച് പുലർത്തുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അയ്യപ്പ സമ്മേളനത്തിൽ ക്ഷണിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സ്റ്റാലിൻ വേദിയിലെത്തിയാൽ കനത്ത പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഹിന്ദു ഐക്യവേദി മുതലായ ഹൈന്ദവ സംഘടനകളും BJPയും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് എം കെ സ്റ്റാലിന്റെ പിന്മാറ്റം. അയ്യപ്പ സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായി ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവൻ നേരിട്ടാണ് സ്റ്റാലിനെ ക്ഷണിച്ചത്. സ്റ്റാലിന്റെ വരവ് സർക്കാർ ആഘോഷമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതോടെ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് സ്റ്റാലിൻ പിന്മാറുന്നത്. എന്താണ് അയ്യപ്പ ഭക്തരുടെ ശക്തിയെന്നും വികാരമെന്നും സ്റ്റാലിന് കൃത്യമായി അറിയാം. അതാണ് സ്റ്റാലിൻ പിന്മാറിയതെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികൽ ടീച്ചർ പ്രതികരിച്ചു. സ്റ്റാലിന് അയ്യപ്പ ഭക്തന്മാരുടെ വികാരം എന്താണ് എന്നും അവരുടെ ശക്തി എന്താണ് എന്നും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പിന്മാറ്റം. അത് നമ്മുടെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് ഇതേമാതിരി ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരൊക്കെ ഒരു സമ്മേളനം വിളിച്ചുകൊടുക്കാൻ ശ്രമിച്ചതാണ്. അത് നടന്നില്ലല്ലോ. അപ്പൊ അവർക്കറിയാം അവിടെ അവരുടെ അയ്യപ്പ ഭക്തർ എത്രമാത്രം സംഘടിതരാണ് എന്നും അല്ലെങ്കിൽ അത്രമാത്രം അങ്ങ് വികാരത്തെ തൊടുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു എന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ പിണറായിക്ക് ഒഴികെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് അയ്യപ്പ ഭക്തരുടെ ശക്തി എന്നും വികാരമെന്നും. അത് തിരിച്ചറിഞ്ഞു. കാരണം വന്നിരുന്നു എങ്കിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറുമായിരുന്നത് സത്യമാണ്. കാരണം ഹൈന്ദവ സംഘടനകൾ അത്രമാത്രം ഈ വിഷയത്തിൽ വേദനിച്ചിട്ടുണ്ട്. സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചത് ദുഷ്ടലാക്കോടെയാണെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പിയും പറഞ്ഞു. അയ്യപ്പ സംഗമം കേരള സർക്കാർ എന്തിനു സംഘടിപ്പിക്കുന്നു, അതിലെ അജണ്ട വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും വിജി തമ്പി പറഞ്ഞു. ഈ എന്തിനു വേണ്ടിയാണ് സ്റ്റാലിനെ ഇവർ വിളിച്ചു എന്നുള്ളതാണ്. സ്റ്റാലിൻ ഒരു സനാതന ധർമ്മം നശിപ്പിക്കണമെന്ന് പറയുന്ന ഒരാളും പൂർണ്ണമായും ഒരു ഹൈന്ദവ വിരോധിയും ക്ഷേത്ര വിരോധിയാണ്. തമിഴ്നാട്ടിൽ തന്നെ ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ പല രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ പോലും സർക്കാരിലേക്ക് കണ്ടുകിട്ടുന്ന അവസ്ഥയാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളിനെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദുഷ്ടലാക്കുണ്ട്. അതേസമയം സ്റ്റാലിൻ പിന്മാറിയെങ്കിലും മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളിൽ ലഭിക്കുന്നുണ്ട്. സ്റ്റാലിന് സമാനമായി ഹിന്ദു വിരുദ്ധത വെച്ച് പുലർത്തുന്ന ഉദയനിധി സ്റ്റാലിൻ അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുത്താലും ശക്തമായ പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.